സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തയായി തീരട്ടെ. ഈശോയിലെ എനിക്ക് ഏറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് വീണ്ടും ഈ ശുശ്രൂഷയിൽ നിങ്ങളെ കണ്ടുമുട്ടി സംസാരിക്കാൻ എനിക്ക് കഴിയുന്നതിൽ അനൽപമായിട്ടുള്ള ആനന്ദവും അഭിമാനവുമുണ്ട്. ദൈവം വീണ്ടും നമ്മളെ കരം പിടിച്ച് വഴി നടത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ മഹത് കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹീതമാകാൻ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരു നിമിഷം എന്നോടൊത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തെ ആരാധിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കരമുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുന്നവനെ, അങ്ങ് ഞങ്ങളെ കാണുന്നതിനെ കരുതുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷ അങ്ങ് ഏറ്റെടുക്കണേ. വചനം പ്രഘോഷിക്കാൻ അങ്ങ് ഉപയോഗിക്കുന്ന അയോഗ്യനും പാപിയുമായി ദാസനെയും എൻ്റെ വചനം കേൾക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും കർത്താവിനെ കരുണയോടുകൂടെ കാക്കണേ. നീ ഇഷ്ടത്തോടുകൂടെ ആശീർവദിക്കണേ. എന്നെ കേൾക്കുന്ന നിൻ്റെ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും ആവശ്യതകളും കർത്താവെ ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരെ തൊട്ട് സുഖപ്പെടുത്തണേ. അവരുടെ കണ്ണിന് തുടച്ച് ഹൃദയത്തിൽ ആനന്ദത്തിൻ്റെ തൈലം പൂശണേ. നിൻ്റെ നാമത്തിൽ ഞങ്ങൾ നൽകുന്ന ഈ പ്രാർത്ഥന കൃപയോടെ കേട്ട് ഞങ്ങളെ ആശീർവദിക്കുമാറാകണമേ. ആമേൻ. ഇത്തവണ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസ വർഷത്തെ സംബന്ധിച്ചുള്ള പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ചില കാഴ്ചപ്പാടുകളാണ്. നമുക്കറിയാം, വിശ്വാസം ദൈവത്തിലേക്കുള്ള തീർത്ഥാടനമാണ്. ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, 11-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം: വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഒരുപക്ഷെ വിശ്വാസമാണ് ദൈവത്തിലേക്കുള്ള ഇന്ധനം. നാം ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ ശക്തിയിലാണ്. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്കുള്ള ലേഖനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശ്വാസത്തിൻ്റെ വർഷമായിട്ട് ഈ കൊല്ലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2012 ഒക്ടോബർ മാസം 11-ാം തീയതി തുടങ്ങി 2013 നവംബർ മാസം 24-ാം തീയതി വരെ ഒരു വർഷക്കാലം സഭാമക്കളെല്ലാം തന്നെ വിശ്വാസത്തിൻ്റെ വഴികളിലെ തീർത്ഥാടനം ചെയ്യാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പസ്തോലന്മാർ കർത്താവിനോട് കേണു പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവിടെ പ്രാർത്ഥനയുടെ സാരസംഗ്രഹം അതായിരുന്നു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിലെ വളരാൻ ഈ വിശ്വാസ വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തിൽ നമ്മൾ അഭിമാനം കൊള്ളണം. വിശ്വാസത്തിൽ നമ്മൾ ആനന്ദം കൊള്ളണം. നമുക്കറിയാം, വിശ്വാസം പലപ്പോഴും നമ്മുടെ മനസ്സുകളിലെ സംഘർഷമാണ് സൃഷ്ടിക്കുന്നത്. പരിശുദ്ധ പിതാവ് പറയുന്നു, വിശ്വാസം നമുക്ക് ആനന്ദത്തിനും അഭിമാനത്തിനും കാരണമാകണം. ചിലപ്പോഴൊക്കെ നമുക്കറിയാം, ദൈവം ഒന്നില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾക്ക് എത്ര എളുപ്പമായിരുന്നുവെന്ന് നമ്മളൊക്കെ കരുതാറില്ലേ.
ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് പഠിക്കാൻ ഏറ്റവും വിഷമമുള്ള വിഷയം കണക്കായിരുന്നു. ഞങ്ങളെ കണക്ക് പഠിപ്പിക്കുന്ന മാഷ്, അദ്ദേഹത്തിൻ്റെ പേര് ഇട്ടിയച്ചൻ എന്നാണ്, മഹാക്രൂരനായിരുന്നു. ക്രൂരനെന്ന് ഞാൻ പറയുന്നത് നല്ല അർത്ഥത്തിലാണ്. കുട്ടികളെ തല്ലി പഠിപ്പിക്കാൻ അതിവിദഗ്ധനായിരുന്നു. മാഷക്ക് പട്ടിക അത് ഭ്രാന്ത് പോലെയായിരുന്നു. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പട്ടിക ചോദിക്കും, കിട്ടാത്ത കുട്ടികളെ മുഴുവൻ അദ്ദേഹം തല്ലുമായിരുന്നു. ഇന്ന് എനിക്ക് അഭിമാനമുണ്ട്, കാരണം മാഷ് പഠിപ്പിച്ചത് കൊണ്ട് എനിക്ക് കണക്കിൻ്റെ കാര്യത്തിൽ ഒരുപാട് കൃത്യതയുണ്ട്. കണക്കെനിക്ക് ഒരിക്കലും തെറ്റാറില്ല. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുള്ളൊരു പ്രലോഭനമുണ്ട്. ദൈവമേ, എന്തോ ഒരാളുകൾ വണ്ടി ഇടിച്ചൊക്കെ മരിച്ചു പോകുന്നു, ഈ മാഷൊന്ന് അടിച്ചു പോയിരുന്നെങ്കിൽ എന്തോ എളുപ്പമുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിലെ എത്രയോ പേര് ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾക്ക് എത്ര എളുപ്പമുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ദൈവം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് കള്ളു കുടിക്കുന്നതിന് നിയന്ത്രണമില്ല, എനിക്ക് അന്യ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നതിന് എനിക്ക് പരിമിതികളില്ല, എനിക്ക് കളവ് ചെയ്യുന്നതിന്, കൈക്കൂലി വാങ്ങിക്കുന്നതിന് എനിക്ക് എളുപ്പമുണ്ട്. ദൈവമാണ് ഈ പുല്ലാപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത്. ദൈവമുള്ളത് കൊണ്ട് എനിക്കെല്ലാം അപകടമാണ്. ദൈവമുള്ളത് കൊണ്ട് എനിക്കെല്ലാം പ്രതിസന്ധിയാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ പട്ടത്തിൻ്റെ സമയമായപ്പോൾ എൻ്റെ കണക്ക് പഠിപ്പിച്ച ഇട്ടിയച്ചൻ മാഷ് വാർദ്ധക്യത്തിലായി. അദ്ദേഹം വീട്ടിൽ വിശ്രമജീവിതം കഴിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ പട്ടത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് വീട്ടിൽ ചെന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ അടുത്ത് വാടൂ. എനിക്ക് പേടിയായിരുന്നു എടുക്കാനായിട്ട്. കാരണം മാഷ് പഴയ പട്ടിക ചോദിച്ച് വീണ്ടും അടിക്കുമെന്ന് എനിക്ക് മനസ്സിൽ സങ്കോചം ഉണ്ടായിരുന്നു. മാഷ് എന്നോട് പറഞ്ഞു, ഇങ്ങ് വാടോ, താൻ അടുത്തിരിക്കുക താൻ. ഞാൻ അടുത്തിരുന്നപ്പോൾ മാഷ് എന്നോട് ചോദിച്ചു, എടോ, ഞാൻ തന്നെ തല്ലിയതൊക്കെ തനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, മാഷെ, ഇപ്പോഴും എൻ്റെ ചന്തിയിൽ തപ്പി നോക്കിയാൽ മാഷ് അടിച്ചതിൻ്റെ വടു കാണും. അത്രയ്ക്ക് കഠിനമായിട്ട് മാഷ് എന്നെ അടിച്ചിട്ടുണ്ട്. മാഷ് ഉടനെ തന്നെ വലതുകര നീട്ടി ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, എടോ കുഞ്ഞെ, ഞാൻ നിന്നെ തല്ലിയത് കണക്ക് പഠിപ്പിക്കാനല്ല. കണക്കെന്ന് പറയുന്നത് അക്കങ്ങൾ കൂട്ടുന്ന സംഖ്യയും അക്കങ്ങൾ കിഴിക്കുന്ന പട്ടികയും അല്ലടോ. ഇന്ന് എനിക്ക് അഭിമാനമുണ്ട്, താൻ അച്ഛനാകുമ്പോൾ ഞാൻ പഠിപ്പിച്ച കണക്ക് തനിക്ക് ജീവിതത്തിലെ വഴികാട്ടിയായി. ഒരുപക്ഷെ താനൊരു വൈദികനാകുമ്പോൾ കണക്ക് മൂല്യങ്ങൾ തന്നെ ഭരിക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് തന്നെ വന്നു. സ്നേഹമുള്ളവരെ, വിശ്വാസം ദൈവവും മനുഷ്യനും തമ്മിലുള്ള കണക്കുകളുടെ ഒരു പട്ടികയാണ്. മനുഷ്യനും ദൈവവും തമ്മിൽ പാലിക്കേണ്ട മൂല്യങ്ങളുടെ ഒരു പട്ടികയാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിലെ അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തെ ഒരു ശല്യക്കാരനായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ കാണുന്നുണ്ട് പ്രിയമുള്ളവര്. ധൂർത്തപുത്രന്റെ കഥയിലെ ധൂർത്തപുത്രനെ കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ധൂർത്തപുത്രന്റെ കഥയിൽ ഒരു മൂത്ത പുത്രനുണ്ട്. വീട്ടിൽ വിരുന്ന് നടക്കുമ്പോൾ, വീട്ടിൽ വാദ്യഘോഷങ്ങൾ മുഴക്കുമ്പോൾ, അവിടെ ആഹ്ലാദാരവങ്ങൾ നടക്കുമ്പോൾ വീട്ടിൽ കയറാതെ വയലിൽ മാറി നിൽക്കുന്ന മൂത്തപുത്രൻ അപ്പൻ ഇറങ്ങി വന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ മാറി നിൽക്കുന്നത്? അവൻ അപ്പനോട് പറഞ്ഞ വാക്കുകൾ എത്ര ക്രൂരമാണെന്നറിയാമോ? അവൻ എത്രയോ ക്രൂരമായിട്ട് അപ്പനോട് സംസാരിച്ചത്. അപ്പാ, നിന്നെ പോലെ നീതിയില്ലാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ ഈ കൊള്ളരുതാത്ത മകന് നീ എല്ലാം കൊടുത്തില്ലേ? അടിമയെപ്പോലെ നിന്റെ കൽപ്പനകൾ പാലിച്ച എന്നോട് നീ പക്ഷപാതപരമായിട്ട് പെരുമാറിയില്ലേ? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകളാ. ഞാനും നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്ന ആളുകളാ. ഞാനും നിങ്ങളൊക്കെ കൂദാശകളോട് ഒരുപാട് അടുപ്പം കാണിക്കുന്നവരാ. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോഴൊക്കെ തോന്നിയിട്ടില്ലേ, ദൈവം എന്നോട് വേണ്ടതുപോലെ
പരിഗണന പുലർത്തിയിട്ടില്ല. ഞാൻ അർഹിക്കുന്നത് പോലെ ദൈവം എന്നെ അംഗീകരിച്ചിട്ടില്ല. ഞാൻ മനസ്സിലെ ആഗ്രഹിച്ചതുപോലെ ദൈവം എനിക്ക് സമ്മാനിച്ചിട്ടില്ല. ധൂർത്തപുത്രന്റെ മൂത്ത മകൻ ദൈവത്തോട് പറഞ്ഞ പരാതി എന്താണ്? കൊള്ളരുതാത്തവനെല്ലാം കൊടുത്തില്ലേ, അവനെല്ലാം കൊടുത്തില്ലേ, എനിക്ക് ഒരു കുഞ്ഞാടിനെ പോലും നീ തന്നില്ലല്ലോ, നീ എനിക്ക് എന്താ തന്നത്? ഒരുപക്ഷെ വിശ്വാസത്തിന്റെ വഴികളിലെ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട്. ദൈവം ഒരു ശല്യക്കാരൻ. ദൈവമില്ലായിരുന്നുവെങ്കിൽ എനിക്കെല്ലാം എളുപ്പമാകുമായിരുന്നു. ദൈവമാണ് എല്ലാ നിയമങ്ങളുടെയും പിറകിലെ. ഇവിടെയാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്, നമുക്ക് വിശ്വാസം ഒരു അഭിമാനത്തിൻ്റെ കാരണമാകണം. വിശ്വാസത്തിൽ നമുക്കൊരു ആനന്ദത്തിൻ്റെ കാരണം ഉണ്ടാകണം. പരിശുദ്ധ പിതാവ് വിശ്വാസം ആനന്ദത്തിന് കാരണമാകുന്നത് എങ്ങനെയാണെന്ന് നമ്മെ പഠിപ്പിക്കാനായിട്ട് ഒരു മാതൃക വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നെടുത്ത് കാണിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം, മംഗളവാർത്ത സ്വീകരിക്കുന്ന മറിയം, തൻ്റെ ജീവിതത്തിൽ ദൈവം ആവശ്യപ്പെട്ടത് തൻ്റെയൊക്കെ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ടുള്ള അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് തിരിച്ചറിയുന്ന മറിയം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാനൊരു പുരുഷനെ അറിയുന്നില്ലല്ലോ. അവളുടെ വിവാഹ ജീവിതവും കുടുംബ ജീവിതവും സംഘർഷഭരിതമാകുകയാണ് മംഗളവാർത്തയിലൂടെ. മാലാഖ മറുപടി പറയുന്നുണ്ട്, അത്തുന്നതിൻ്റെ ശക്തി നിനക്ക് നൽകപ്പെടും. നിന്നിൽ ഗർഭസ്ഥനാകുന്ന ശിശു ആത്മാവ് കൊണ്ട് നിറയപ്പെട്ടവനാണ്. മറിയം അവിടെ കീഴടങ്ങി. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ നിറവേറട്ടെ. ഈ മംഗളവാർത്ത മറിയത്തിന് കൊടുത്ത സംഘർഷം, മറിയത്തിൻ്റെ ജീവിതത്തിലെ അവൾ ഏറ്റെടുത്ത വെല്ലുവിളി. പക്ഷേ അവളുടെ സ്തോത്രഗീതത്തിലെ ആദ്യത്തെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. എൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു, എൻ്റെ ചിത്തം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാനുള്ള ദൈവത്തിൻ്റെ കോവണിയാണ്. ലാസറിന്റെ കുഴിമാടത്തിലെ കർത്താവ് മുൻകൂട്ടി പറഞ്ഞില്ലേ, നീ എന്തുകൊണ്ടാ വൈകുന്നത്? നീ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ രോഗബാധിതനാണ്, അവരുടെ മരണത്തിന്റെ ഗുഹാമുഖത്താണ്, നീ എന്തുകൊണ്ടാ വൈകുന്നത്? യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം ഈശോ മറുപടി പറയുന്നുണ്ട്, ഞാൻ വൈകുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണുന്നതിന് വേണ്ടിയിട്ടാ. കല്ലറയിൽ വന്നപ്പോഴ് 4 ദിവസങ്ങള് അഴുകിയ മൃതശരീരം അടക്കിയ കല്ലറയുടെ കല്ലുമാറ്റാൻ യേശു ആവശ്യപ്പെട്ടപ്പോഴ് എല്ലാവരും പറയുന്നുണ്ട്, വേണ്ട, കുഴപ്പമാണ്, ജീർണത ബാധിച്ച ദ്രവിച്ച ശരീരം, അത് ദുർഗന്ധമാകും. കർത്താവ് അവിടെയും പറയുന്നൊരു വാചകമുണ്ട്, ഒരുപക്ഷെ തിരുവചനത്തിലേറെ ഹൃദ്യതയുള്ള ഒരു വചനം, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഘർഷം നൽകുന്ന എല്ലാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്ത സർവഭാരങ്ങളും, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കടബാധ്യതകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നഷ്ടങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത നിങ്ങളുടെ ദുരന്തങ്ങൾ, അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കാണിക്കാൻ ദൈവം ഒരുക്കുന്ന വഴികളാണെന്ന് തിരിച്ചറിയുക. അവിടെയാണ് വിശ്വാസം ആനന്ദത്തിന് കാരണമാകുന്നത്. ചിലപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ, ഈ കിടപ്പ് രോഗി മരിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു, എത്രയോ വർഷമായി ഓർമ്മയില്ലാതെ കിടക്കുന്നു, എത്രയോ വർഷമായി വേദന സഹിക്കുന്നു, എത്രയോ വർഷമായി കുടുംബത്തിന് ഭാരമാകുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളാരും തന്നെ ഈ സമൂഹത്തിലെ മാലിന്യങ്ങളല്ല. നിങ്ങളെല്ലാവരും തന്നെ കർത്താവിൻ്റെ മഹത്വം തെളിയിക്കാനുള്ള ലാസറിന്റെ കുഴിമാടങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക.
നിങ്ങളുടെ വേദനകൾക്കുള്ളിൽ ദൈവത്തിൻ്റെ അജയ്യമായ മഹത്വത്തിൻ്റെ ശക്തി ഒളിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരോട് ഈ വിശ്വാസ വർഷത്തിലെ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ മഹത്വം വെളിവാക്കാനുള്ള നിഗൂഢ രഹസ്യങ്ങളുടെ പദ്ധതിയാണ്. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഈ വിശ്വാസ വർഷത്തിലെ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, നമുക്ക് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പഠിക്കുക. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പഠിക്കുക. പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു രംഗമുണ്ട്. കഫർനാഹോമിൻ്റെ കടൽ തീരത്ത് വള്ളം കഴുകി വല വൃത്തിയാക്കി വീട്ടിൽ പോകാൻ പത്രോസും അന്ത്രയോസും യോഹന്നാനും ഒക്കെ ഒരുങ്ങുന്ന സമയത്താണ് കർത്താവ് വരുന്നത്. കർത്താവ് അവിടെ വള്ളങ്ങൾ കടം ചോദിച്ചു. ആ വെള്ളത്തിലിരുന്ന് അവിടുന്ന് ജനസഞ്ചയത്തെ മുഴുവൻ പഠിപ്പിച്ചു. പഠനം അവസാനിപ്പിച്ചപ്പോൾ കർത്താവ് പത്രോസിനോട് ആവശ്യപ്പെട്ടു, ശമയോനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് വലയിറക്കുക, നീ ആഴത്തിലേക്ക് വലയിറക്കുക. പത്രോസ് കർത്താവിനോട് അത്ഭുത സ്തബ്ധനായിട്ട് ചോദിക്കുന്നുണ്ട്, പകലന്തിയോളം പണിയെടുത്തിട്ട് ഒന്നും കിട്ടാത്ത ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് നീ പറയുന്നത്. പക്ഷെ നിന്റെ വാക്കുകൾ വിലപ്പെട്ടതാണ്. ആഴങ്ങളിലേക്ക് വലയിറക്കി. ആ വല നിറയുവോളം മത്സ്യം കിട്ടി. വല കീറിപ്പോകുമോ എന്ന് സന്ദേഹം തോന്നുകയാലേ അടുത്തുള്ള വള്ളത്തിലെ സഹോദരങ്ങളെ വിളിച്ച് അവരെല്ലാവരും കൂടെ സഹകരിച്ച് വല വലിച്ച് കരയ്ക്ക് കയറ്റി. പരിശുദ്ധ പിതാവ് പറയുന്നു, വിശ്വാസം ആഴങ്ങളിലേക്ക് വലയിറക്കാനുള്ള വലിയ വെല്ലുവിളിയാണ്. ആഴങ്ങളിലേക്ക് വല ഇറക്കുക. എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ ബൈബിള് പഠിച്ച് പരീക്ഷകൾ എഴുതുമ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഇനി ബൈബിളിലൊരു പുതിയ അർത്ഥമില്ലെന്ന്. എൻ്റെ പരീക്ഷയിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ബൈബിളിൻ്റെ അർത്ഥം മുഴുവൻ ഞാൻ പഠിച്ചു, ഞാൻ പണിക്കരായി, എനിക്ക് നല്ല മാർക്ക് കിട്ടിയെന്ന്. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ വചനങ്ങൾക്കുള്ളിൽ പുതിയ മുളകൾ കർത്താവ് നൽകുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ എൻ്റെ പഠനമുറിയിൽ ഒരുങ്ങി വന്നതല്ല ഇപ്പോഴും നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അത് കർത്താവ് ചീന്തിക്കളയുക. ആത്മാവ് നിങ്ങളെ ആഴങ്ങളിലേക്ക് നയിക്കും. ആത്മാവ് നിങ്ങളെ ആഴങ്ങളിലേക്ക് നയിക്കും. ഒരിക്കലും അർത്ഥം അവസാനിക്കാത്ത ഒരു പാഠപുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് വിശുദ്ധ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, ആഴങ്ങളിലേക്ക് നിങ്ങൾ വലയിറക്കണം. വചനം പഠിക്കാൻ, വചനം ഗ്രഹിക്കാൻ, വചനം പ്രാർത്ഥിക്കാൻ. ഈ വിശ്വാസത്തിൻ്റെ വർഷം മുഴുവൻ വചനത്തിൻ്റെ ഉപാസകരാകാൻ നമുക്ക് കഴിയട്ടെ. സഭയിലൂടെ വചനം പഠിക്കാൻ നിങ്ങൾ പഠിക്കണം. സഭയിലൂടെ വചനം പഠിക്കാൻ. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. ജെറൂസലം വിട്ട് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, ജെറൂസലം വിട്ട് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർ. കർത്താവ് വചനങ്ങളൊക്കെ പറഞ്ഞിട്ടും അവർക്കൊന്നും പിടികിട്ടിയില്ല. ജെറൂസലേം നിങ്ങൾക്കറിയാം, സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രം അനുസരിച്ച് സഭയുടെ പ്രതീകമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം അത് അതിൻ്റെ പൂർണ്ണതയിലെ, അതിൻ്റെ സമഗ്രതയിലെ നമുക്ക് സംലഗ്നമാകുന്നത് സഭയിലാണ്. സഭ വിട്ടാൽ പിന്നെ എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാരെ പോലെയാണ് ഞാനും നിങ്ങളും. എനിക്കും നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. ഇവിടെയാണ് സഭയുടെ പഠനങ്ങൾ, വത്തിക്കാൻ സൂനകദോസ്, മതബോധന ഗ്രന്ഥം, യുവജന മതബോധന ഗ്രന്ഥം, ഇങ്ങനെയുള്ള വലിയ പാഠപുസ്തകങ്ങളിലൂടെ സഭ വചനത്തിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ഈ വ്യാഖ്യാനങ്ങളിലെ ആഴപ്പെടാൻ നമുക്ക് കഴിയണം. സ്നേഹമുള്ളവരെ, ഈ വിശ്വാസ വർഷം ആർഭാടങ്ങളും ആഘോഷങ്ങളും ആക്കി അവസാനിപ്പിക്കാതെ വിശ്വാസത്തിൽ അഭിമാനിക്കാൻ, ആനന്ദിക്കാൻ, വിശ്വാസം
ആഴത്തിൽ പഠിക്കാൻ, വിശ്വാസം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ അല്ല, വിശ്വാസം മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് കൈമാറ്റ ശുശ്രൂഷയിലെ കർത്താവിൻ്റെ കൈകളിലെ ഉപകരണങ്ങളാകാൻ, പ്രേക്ഷിതരാകാൻ, സ്ലീഹന്മാരാകാൻ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആദ്യസഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ പെന്തക്കോസ്തയായി